സ്വർണ്ണപ്പണയ വായ്പയുടെ മറവിൽ കോടികളുടെ വെട്ടിപ്പ്. പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് തട്ടിപ്പിനിരയായവർ ആവശ്യപ്പെട്ടു. തട്ടിപ്പിന് ഇരയായവരെ പ്രതികൾ മർദ്ദിച്ചതായും ആക്ഷേപമുണ്ട്. യുവമോർച്ച ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ 3 പേരാണ് കേസിലെ പ്രതികൾ. ഇവർ ഒളിവിലാണ്. സ്വർണ്ണപ്പണയ തട്ടിപ്പിനിരയായ സുമ വിനോദ്, സുബീന, സരസ്വതി എന്നിവരാണ് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. ചുനക്കര കോമല്ലൂരും കറ്റാനം ഭരണിക്കാവ് ഇല്ലത്തുമുക്കിലെ ശ്രീലകം ഫിനാൻസിൽ സ്വർണ്ണപ്പണയ വായ്പയുടെ മറവിലാണ് വെട്ടിപ്പ് നടന്നത്. യുവമോർച്ച ആലപ്പുഴ ജില്ലാ സെക്രട്ടറി രാഹുൽ രാധാകൃഷ്ണൻ, ഫിനാൻസ് ഉടമ രാധാകൃഷ്ണൻ പിള്ള, പാർട്ണർ എന്ന് പരിചയപ്പെടുത്തിയ ടിനു തമ്പാൻ എന്നിവരാണ് പ്രതികൾ. നിലവിൽ ഇവർ ഒളിവിലാണ്. കറ്റാനം സ്വദേശി സുമ വിനോദ് ചെങ്ങന്നൂർ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ കുറത്തിക്കാട് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. 3 പേരും ആളുകളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത്. മറ്റ് ബാങ്കുകളിൽ പണയം വെച്ച സ്വർണ്ണ ഉരുപ്പടികൾ ടേക്ക് ഓവർ ചെയ്ത് കുറഞ്ഞ പലിശയ്ക്ക് പണയവായ്പ നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സ്വർണം കൈക്കലാക്കി. സുമയുടെ 416 ഗ്രാം സ്വർണമാണ് നഷ്ടപ്പെട്ടത്. തങ്ങൾ നടത്തുന്ന സ്ഥാപനമാണെന്നും പലിശ നിരക്ക് കുറച്ച് പണയവായ്പ നൽകാമെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് സ്വർണം തട്ടിയത്. പണയം എടുക്കാൻ ചെന്നപ്പോഴാണ് സ്ഥാപനത്തിൽ സ്വർണമില്ലെന്ന് ഇവർക്ക് മനസ്സിലായത്. അയലത്തുകാരെല്ലാം കൂടെ കൂടിയതിന് ശേഷമാണ് ഞാൻ രക്ഷപ്പെടുക. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കേണ്ട വ്യക്തിയല്ല ഈ ഒരു വിഷയത്തിൽ. കാരണം സാറേ, ചേട്ടൻ നമുക്ക് നിയമപരമായിട്ട് പോയിട്ട് ഞങ്ങൾക്ക് ഒരു ഇതുവരെ കിട്ടില്ല. ഇത് എത്ര ദിവസമായി ഞാൻ ആത്മഹത്യ ചെയ്ത് എൻ്റെ കുഞ്ഞ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഇല്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതായാലും ഈ പറയുന്ന മാധ്യമങ്ങളായാലും പൊതുസമൂഹമായാലും 2 ദിവസം പറയുമായിരിക്കും, നിങ്ങൾ അയ്യോ എന്താ അവരെ ഒന്ന് കേൾക്കാഞ്ഞ് എന്താ, അല്ല ഇവർക്ക് തുറന്ന് പറയരുതെന്ന് ആർക്കും പറയാം. പക്ഷേ എങ്കിൽ സംഭവിച്ചു കഴിഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹസ്ബൻഡിനുമാണ് പോകുന്നത് അല്ലേ? ആരെന്ത് നടപടി എടുത്തു ഇതിനെതിരെ ഇതുവരെ? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ ഇടപെട്ടു? ഒരു രാഷ്ട്രീയത്തിനെ ഞാൻ കരിവാരി തേക്കുമല്ല, പാർട്ടികളല്ല, വ്യക്തികളാണ്. ഏത് സംഘടനകൾ ഇടപെട്ടു ഇതിനകത്തില്? ഇത്രയും ദിവസമായി 19 മേളിൽ ആൾക്കാർക്ക് ഇത്രയും നഷ്ടം സംഭവിച്ചു. ഏത് സ്റ്റേഷൻ, ഏത് അധികാരികൾ ഇതെടുത്തു? ആഭ്യന്തരമന്ത്രിയുടെ നാട്ടിൽ നടന്ന ഒരു കാര്യമാണിത് അല്ലേ? ആഭ്യന്തരമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ നടന്ന ഒരു കാര്യമായിട്ട് ആരെന്ത് നടപടി എടുത്തു ഇതിനെതിരെ? പറയണം. നമ്മുടെ കൂട്ടുകാർ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. 75 പൈസ പലിശയുള്ളൂ. 1,750,000 രൂപ പലിശ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ വീണ്ടും വിളിച്ചു ചോദിച്ചു, വിനീത് എന്തെങ്കിലും വെക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇതുവരെ വെക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ ടിനു എന്ന് പറഞ്ഞ സ്റ്റാഫിൻ്റെ നമ്പർ തന്നു. അങ്ങനെ ഞങ്ങൾക്ക് വസ്തു വാങ്ങിക്കാനായിട്ടും കുറച്ച് പൈസ ആവശ്യം വന്നു. അങ്ങനെ എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും കുറച്ച് സ്വർണ്ണങ്ങൾ അവിടെ വെക്കുവാനായി ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഹസ്ബൻഡ് ഗൾഫ് ചെയ്യുന്ന സമയത്ത് ഞാനാണ് ഈ സ്ഥാപനത്തിൽ പോയി. അവിടെ പോയപ്പോൾ ടിനു എന്ന് പറയുന്ന സ്റ്റാഫ് അവിടെ എത്തിയായിരുന്നു. അങ്ങനെ ഇവരെന്നോട് പറഞ്ഞു, ഇവരും രാധാകൃഷ്ണനും രാഹുലും കൂടെ പാർട്ട്ണർഷിപ്പാണ് ഈ സ്ഥാപനം, വിശ്വസിക്കാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നമ്പരും അല്ലാതെയും വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ കൊടുത്തേക്കുന്നത് 114 ഗ്രാമാണ് സ്വർണം. ഇവള് ആ കാർഡിനകത്ത് എനിക്ക് തന്ന കാർഡിനകത്ത് എഴുതിയേക്കുന്നത് 75 ഗ്രാമാണ്. നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്ന കൂടി നമ്മളത് ശ്രദ്ധിച്ചതുമില്ല. അവിടുത്തെ ഒരു രജിസ്റ്റർ ബുക്കുണ്ട്, അതിനകത്ത് എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. അന്നേരം ഞാൻ ചോദിക്കുന്നുണ്ട് തുക എഴുതുന്നില്ലയോ, അത് ഇയാളങ്ങ് പൊക്കോ, ഞാൻ എഴുതിക്കോളാം എന്നാണ് എന്നോട് പറഞ്ഞത്. പണയം വെച്ചപ്പോൾ രസീതിൽ ഒരു തുകയും സ്ഥാപനത്തിന്റെ രജിസ്റ്ററിൽ വലിയ തുകയും രേഖപ്പെടുത്തിയതായി കണ്ടെത്തി. സ്വർണ്ണപ്പണയ വിവരം അന്വേഷിക്കാൻ ടിനു തമ്പാന്റെ വീട്ടിലെത്തിയ തന്നെ ടിനുവിന്റെ ഭർത്താവ് സജിവും യുവമോർച്ച നേതാവ് രാഹുൽ രാധാകൃഷ്ണൻ ചേർന്ന് മർദ്ദിച്ചെന്നും സുമ പറയുന്നു. കരിമുളയ്ക്കൽ സ്വദേശിനി സുബീനയുടെ 112 ഗ്രാം സ്വർണമാണ് തട്ടിയെടുത്തത്. കരിമുളയ്ക്കൽ സ്വദേശിനി സരസ്വതിയുടെ 32 ഗ്രാം സ്വർണവും പണയമെടുക്കാൻ ചെന്നപ്പോൾ കണ്ടില്ല. സമാനമായ 13 പരാതികൾ കുറത്തിക്കാട് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തട്ടിപ്പിന് ഇരയായവരെ മർദ്ദിച്ച കേസിൽ നൂറിനാട് പോലീസ് സ്റ്റേഷനിൽ ഇരയായവർ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.